ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി, ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് അരളി ഫ്ലവേഴ്സ് സ്പെഷ്യാലിറ്റീസ്, അരളിപ്പൂക്കളുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോസൈനേസിസ് കുടുംബത്തിൽപ്പെട്ട നീരിയം ജനുസിലുള്ള ഒരു ഏകസ്പീഷ്യസായ ഒരു നിത്യഹരിത സസ്യമാണ് അരളി എന്നത്. ഇത് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു സസ്യമാണ്, ഒരു നിത്യഹരിത സസ്യമാണ് അരളി. ഇതിൻ്റെ പൂക്കൾ മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിൽ ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നു. ഇത് പ്രധാനമായും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഫുള്ള് വിഷാംശമുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ ഒരു സസ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷിച്ചാൽ മൃഗങ്ങൾക്കൊന്നും ഇത് തിന്നാൻ കൊടുക്കാൻ പാടില്ല. അതായത് പശുക്കൾ, ആടുകൾ തുടങ്ങിയവയ്ക്കൊന്നും ഇതിൻ്റെ ഇലകളൊന്നും തിന്നാൻ കൊടുക്കാൻ പാടില്ല. കാരണം ഇത് വിഷാംശമുള്ളതാണ്, വിഷാംശമുള്ളൊരു സസ്യമാണ് ഈ അരളി എന്നത്. അരളി ഇതിനെ സംസ്കൃതത്തിൽ കരവീര എന്നും ഹിന്ദിയിൽ കനേർ എന്നും ആണ് ഇതിന് വിളിപ്പേരുകളുള്ളത്, സംസ്കൃതത്തിലും ഹിന്ദിയിലും. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം 3 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകളെന്ന് പറയുന്നത് നടുക്ക് വീതിയോട് കൂടിയ കടും പച്ച നിറത്തിലുള്ള ഇലകളായിരിക്കും ഇതിൻ്റെ ഇലകളെല്ലാം വിഷാംശമുള്ളവയാണ്. എല്ലാ ഭാഗവും വിഷാംശമുള്ളവയാണ്. അതോടൊപ്പം ഇതൊരു ഔഷധ സസ്യമായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണം ഇതിൻ്റെ വേരിന്മേലുള്ള തൊലി, അതോടൊപ്പം വേരിൽ നിന്നും ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗൈക്കോസ്ലൈഡുകൾ അവ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ വേരിന്മേലുള്ള തൊലി അത് ശ്വാസകോശത്തിൽ പ്രവർത്തിച്ച് അതിൻ്റെ സങ്കോച വികാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഔഷധ സസ്യമെന്ന നിലയിലും അരളി പേര് കേട്ടതാണെന്ന് പറയാം. വിഷാംശവുമുണ്ട്, അതോടൊപ്പം ഔഷധ സസ്യവും കൂടിയാണ് ഈ അരളി എന്ന് പറയുന്നത്. പ്രധാനമായും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഈ സസ്യം ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഇത് വളരെ വിഷാംശമുള്ളതിനാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഭക്ഷിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിഷാംശം ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊന്നും മൃഗങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെയൊരു പ്രത്യേകതയും ഈ സസ്യത്തിനുണ്ട്, അരളി സസ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.